സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇല്ല. ആരായിരിക്കും ഗസ് ചെയ്യാവോ? നമ്മളിതിനു മുമ്പ് 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാം? ഫ്രണ്ട് പേരെന്താ? നിഷാന. ഓക്കെ. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. 26 വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്തടാ കളിക്കയാ? அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. உதறிக்கு நிறைய கிடைச்சிருக்கு. എല്ലായിടത്തും ഇടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സാധാരണ കൈമുട്ട് വരാണ് ഇടാറ്. കാൽപാദത്തിൽ വേണമെങ്കിലും ഇട്ട് തരാം. ഇതൊക്കെ ചെറിയ കുട്ടിയേക്ക് വരെ അറിയുന്ന കാര്യമാണ്. സുഖല്ലാണ്ടായ എന്താ ചെയ്യാ? ബ്രൈഡലായിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? താൻ ആളെ കളിയാക്ക. അവന്റെ ഒരു പൊട്ട കണ്ണടയും സിൽക്ക് ചുപ്പി ഒരൊറ്റ പൊട്ടിയില്ല നിന്നുണ്ടല്ലോ. എന്തോന്നടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു മര്യാദക്കെ വേണ്ടേ? പ്രാങ്ക് ആണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാമെന്നാണോ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അവർക്ക് കുണ്ടിയിൽ മൈലാഞ്ചിടണം പോലും. ഇനിയിപ്പോ നിന്റെ കുണ്ടിയിലും കൂടി ഇട്ട് തരാത്തതിന് കുറവും കൂടെ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും. നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? സംഭവം ഈ ചേച്ചിയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വേറെ ആരോ ഏൽപ്പിച്ചതാണ്. അതൊക്കെ സമ്മതിച്ചു. എന്നാലും പ്രാങ്ക് ചെയ്യുമ്പോ ഒരു വർക്കത്തിലൊക്കെ ചെയ്തൂടെ? എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? കാട്ടുകോഴി. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? എന്റെ നായിന്റെ മോനെ. നീ ഇപ്പൊ ചെയ്തതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു. ഞാൻ ഇതൊന്നും എന്റെ ജീവിതത്തിൽ മറക്കില്ല.